സ്വർണത്തിന്റെ പ്രൈസ് വെറും ഡിമാൻഡും സപ്ലൈയും മാത്രമല്ല, മറിച്ച് പേടി, അൺസർട്ടനിറ്റി, പിന്നെ ഗ്ലോബൽ എക്കണോമിയെ കുറിച്ചുള്ള നമ്മുടെയൊക്കെ കാഴ്ചപ്പാട്, ഇതെല്ലാം ചേർന്നൊരു കൊടുങ്കാറ്റാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതൊരു വൺ സൈഡ് റാലി ആയിരുന്നു. എപ്പോഴൊക്കെ ഡൊണാൾഡ് ട്രംപ് ലോകത്ത് ഒരു പേടിയുടെ തരംഗം ഉണ്ടാക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഇൻവെസ്റ്റേഴ്സും രാജ്യങ്ങളും സ്വർണം വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. ഇത് പേടിയോടുള്ള നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു റിയാക്ഷനാണ്. ആ പേടി ഗോൾഡ് പ്രൈസിനെ നമ്മൾ മുമ്പൊരിക്കലും കാണാത്ത ലെവലുകളിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം മാർക്കറ്റ് തലകീഴായിട്ട് മറിഞ്ഞു. ആ പേടി ഗോൾഡ് പ്രൈസിനെ നമ്മൾ മുമ്പൊരിക്കലും കാണാത്ത ലെവലുകളിലേക്ക് എത്തി. എങ്ങനെയാണ് ഗോൾഡ് പ്രൈസ് ഇങ്ങനെ കുതിച്ചു കയറി മുകളിലേക്ക് പാഞ്ഞു പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്നൊരു ദിവസം മാർക്കറ്റ് തലകീഴായിട്ട് മറിഞ്ഞു. ഇതാണ് ട്രംപ് എഫക്റ്റിന്റെ സീക്രട്ട് സൈക്കോളജി. നിങ്ങൾ വിചാരിക്കുന്നതിലും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ലോകം ഓടുന്നത് തന്നെ ഒരുപാട് വിശ്വാസങ്ങളുടെ പുറത്താണ്. കറൻസിയിലുള്ള വിശ്വാസം, ഗവൺമെന്റുകളിലുള്ള വിശ്വാസം, സ്റ്റെബിലിറ്റിയിലുള്ള വിശ്വാസം. കുറച്ചു കാലമായിട്ട് ട്രംപിന്റെ ആ ഒരു പ്രസിഡൻസി ആ ഒരു വിശ്വാസത്തിന് നേരെയുള്ള ഒരു അറ്റാക്ക് ആയിട്ടാണ് നമുക്കൊക്കെ തോന്നിയത്. അദ്ദേഹത്തിന്റെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോളിസി ചേഞ്ചുകളും ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഉള്ള നീക്കങ്ങളും കാരണം ആ ഒരു സേഫ്റ്റി ഇല്ലാതാവുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഡോളറിലേക്കല്ല ഓടുന്നത്, അവർ ഓടുന്നത് സ്വർണത്തിലേക്കാണ്. സ്വർണത്തിന്റെ മാർക്കറ്റ് ഒരു സുനാമി പോലെ കുതിച്ചു പോയാൽ ഇതിനും വലിയൊരു കാരണം വേണ്ട. റെക്കോർഡുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ബ്രേക്ക് ചെയ്തു പോയി. എന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു. ട്രംപ് എടുത്ത ഫെഡറൽ റിസർവ് ചെയർമാനായിട്ടുള്ള തന്റെ നോമിനേഷനെ പറ്റി അനൗൺസ് ചെയ്തു. കൂടുതൽ പേടി ഉണ്ടാക്കുന്നതിന് പകരം അത് ഉണ്ടാക്കിയത് ഒരു ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ്. ഗോൾഡ് മാർക്കറ്റ് ഇടിഞ്ഞു. അപ്പൊ ശരിക്കും എന്താണ് സംഭവിച്ചത്? ആർക്കൊക്കെയാണ് ലാഭം കിട്ടിയത്? ആർക്കൊക്കെയാണ് നഷ്ടം സംഭവിച്ചത്? ഇത്തരത്തിലുള്ള ഹെവി വോളറ്റാലിറ്റി ഗോൾഡ് മാർക്കറ്റിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നമുക്കും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടോ? ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് ആ പേടിയുടെ പഴയ എഞ്ചിനിൽ നിന്ന് തന്നെ തുടങ്ങാം. ട്രംപിന്റെ ഈ ഒരു രീതിയെ നമുക്ക് ഫിയർ എഞ്ചിൻ എന്ന് തന്നെ വിളിക്കാം. അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി മനഃപൂർവ്വമായാലും അല്ലെങ്കിലും പലപ്പോഴും ഗ്ലോബൽ സിസ്റ്റത്തിലേക്ക് മാക്സിമം അൺസർട്ടനിറ്റി ഇൻജക്ട് ചെയ്യുക എന്നതാണ്. ഈ ഒരു കോൺസ്റ്റന്റ് വോളറ്റാലിറ്റിക്ക് വളരെ വലിയൊരു ഇമ്പാക്ട് ഉണ്ട്. ഇത് സ്റ്റോക്കുകളും കറൻസികളും പോലെയുള്ള ട്രഡീഷണൽ അസറ്റുകളെല്ലാം വളരെ വലിയ റിസ്കി ആയിട്ട് നമുക്ക് തോന്നിക്കും. ഈ സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു സേഫ് ഹെവൻ അന്വേഷിക്കാൻ തുടങ്ങും. ഒരു പൊളിറ്റിക്കൽ ലീഡർക്കും തൊടാൻ പറ്റാത്ത നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒന്ന് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരു സേഫ് ഹെവനായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് ഗോൾഡ്. അപ്പൊ ഇതുകൊണ്ടാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു മഞ്ഞലോഹത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. അൺസർട്ടനിറ്റിക്കെതിരെയുള്ള ഒരു അൾട്ടിമേറ്റ് ഹെഡ്ജ് ആയിട്ടാണ് ഇതിനെ എല്ലാവരും കാണുന്നത്. വീക്കാവുന്ന US ഡോളർ മറ്റ് കറൻസികൾ കയ്യിലുള്ള ബയേഴ്സ് ഗോൾഡ് ചിപ്പാക്കുകയും അങ്ങനെ ഡിമാൻഡ് കൂട്ടാനും പ്രൈസ് ഇനിയും മുകളിലേക്ക് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സാഹചര്യം വീക്കാവുന്ന ഡോളറിന്റെയും കൂടിയ ഡോളർ ഫിയറിന്റെയും ഒരു പെർഫെക്റ്റ് സ്റ്റോം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് 2025-ലും 2026-ന്റെ തുടക്കത്തിലും ഗോൾഡിന് ഒരു വലിയ റാലി നൽകിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പോഴാണ് ആ ഒരു ഷോക്കിംഗ് സംഭവം നടന്നത്. ഫെബ്രുവരി 1 ഫെഡറൽ റിസർവിന്റെ അടുത്ത ചെയർമാനായി കെവിൻ വാഷിനെ നോമിനേറ്റ് ചെയ്യുമെന്ന് ട്രംപ് അനൗൺസ് ചെയ്തു. ട്രംപ് ഫെഡറൽ റിസർവിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുമോ, ഡോളറിനെ വീക്കാക്കുമോ എന്നൊക്കെയുള്ള പേടി പെട്ടെന്ന് കുറയാൻ ഇത് കാരണമാണ്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള വിശ്വാസം തിരികെ വരുന്നതിന് ഇതൊരു കാരണമായി. റിയാക്ഷൻ വളരെ പെട്ടെന്നുള്ളതും വളരെ ഷാർപ്പായതുമായിരുന്നു. ഗോൾഡ് പ്രൈസ് ഏതാണ്ട് 8% വരെ ഇടിഞ്ഞ് താഴേക്ക് വരുന്നത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടതാണ്. വർഷങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ സിംഗിൾ ഡേ ഫാളും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. ഇനി മുകളിലേക്ക് മാത്രമേ പോകാനുള്ളൂ എന്ന് വിചാരിച്ച ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. അപ്പോൾ ഗോൾഡ് മാർക്കറ്റിൽ ട്രംപിന്റെ ഓരോ അനൗൺസ്മെന്റും അല്ലെങ്കിൽ ഓരോ ചലനവും എത്ര കണ്ട് ഡിപ്പെൻഡന്റ് ആണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് സ്വർണത്തിന്റെ ഒരു ഇന്ത്യൻ കണക്ഷൻ അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഒരു കൾച്ചർ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇന്ത്യയെക്കാൾ കൂടുതൽ ഈ ഒരു ഫിനോമിനൻ വ്യക്തമായിട്ട് കാണാൻ വേറൊരിടമില്ല. പല ഇന്ത്യൻ ഫാമിലീസിനും ഗോൾഡ് ഒരു അസറ്റ് എന്നതിലുപരി സെക്യൂരിറ്റിയെയും ട്രഡീഷനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കൾച്ചറൽ ബേസ് ആണ്. ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് ഒരു ഷേക്ക് ഉണ്ടാകുമ്പോൾ പല ഫാമിലീസിനും സ്വാഭാവികമായിട്ട് തോന്നുന്നത് അവരുടെ സേവിങ്സ് ഗോൾഡിലേക്ക് മാറ്റാനാണ്. ഇന്ത്യ സ്വർണത്തിന്റെ ഭൂരിഭാഗവും ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്റർനാഷണൽ പ്രൈസിലെ മാറ്റങ്ങൾ നമ്മളെ പെട്ടെന്ന് ബാധിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ട്രംപ് എഫക്ട് കാരണമുണ്ടായ ഗ്ലോബൽ പ്രൈസ് ഹൈക്ക് ഇന്ത്യയിലെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടാക്കി. പ്രൈസ് പിന്നോട്ട് പോകുമോ എന്ന പേടി കൊണ്ട് ആളുകൾ കൂടുതൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് കാണാൻ കഴിയും. എന്നാൽ ഈ അടുത്ത കാലത്തുണ്ടായ പെട്ടെന്നുള്ള ഇടിവ് ഒരു പുതിയ ഡൈനാമിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾ ടൈം ഹൈയിലെത്തിയ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് പ്രൈസ് ട്രേഡേഴ്സ് ഈ ഒരു വലിയ റാലിയിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങിയതോടെ പെട്ടെന്ന് കുറയുകയും ചെയ്തു. ട്രംപിന്റെ ഓരോ അനൗൺസ്മെന്റിന് ശേഷം ഉണ്ടാകുന്ന സെന്റിമെന്റിൽ വരുന്ന മാറ്റം ഇന്ത്യയിലെ ഓരോ ജ്വല്ലറികളിലും എത്ര പെട്ടെന്നാണ് എഫക്ട് ചെയ്യുന്നത് എന്നതാണ്
പറഞ്ഞു വരുന്നത്. അടുത്തായിട്ട് നമുക്ക് മറ്റൊരു ആംഗിളിൽ നിന്ന് നോക്കാം. ട്രേഡ് ഡീലിലെ ആ ഒരു ട്വിസ്റ്റ് എങ്ങനെയാണ് മാർക്കറ്റിനെ സ്വാധീനിച്ചത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. മാർക്കറ്റ് ആ ഒരു ഫെഡ് ന്യൂസ് ഡൈജസ്റ്റ് ചെയ്യുന്നതിനിടയിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായി. 2026 ഫെബ്രുവരിയുടെ തുടക്കത്തിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയുമായിട്ട് ഒരു ഇൻടീം ട്രേഡ് ഡീൽ അനൗൺസ് ചെയ്തു. ഇന്ത്യൻ ഗുഡ്സിന്റെ താരിഫ് 50% നിന്ന് 18% കുറയ്ക്കാൻ US സമ്മതിച്ചു. പകരമായിട്ട് $500 ബില്യൺ കൂടുതൽ വില വരുന്ന അമേരിക്കൻ പ്രൊഡക്ട്സ് വാങ്ങാമെന്ന് ഇന്ത്യയും ഉറപ്പു നൽകി. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് എക്കണോമികൾക്കിടയിലുള്ള ട്രേഡ് ടെൻഷൻ ഗോൾഡിന് മുകളിൽ കൂടുതൽ പ്രഷർ ഉണ്ടാക്കുമായിരുന്നു. എന്നാൽ ഈ ഒരു ടെൻഷൻ കുറയുന്നത് മാർക്കറ്റിനെ കൂടുതൽ കൂളാക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഈ അനൗൺസ്മെന്റിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഗോൾഡ് പ്രൈസ് സ്റ്റേബിൾ ആവുകയും വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങുകയും ചെയ്തു. ഇതാണ് ട്രംപ് എഫക്റ്റിന്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു തരുന്നത്. മാർക്കറ്റിന്റെ പേടി ഏതെങ്കിലും ഒരു ടാരിഫിനെ കുറിച്ചല്ല, അത് ബേസിക് ആയിട്ടുള്ള ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയെ കുറിച്ചാണ്. ഒരു ഡീൽ ഉണ്ടാക്കിയ അത്രയും വേഗത്തിൽ തന്നെ അത് ഇല്ലാതാക്കാനും പറ്റും. ഒരു അൺസർട്ടനിറ്റിയാണ് ഗോൾഡ് പ്രൈസിന് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എക്സ്പേർട്ടുകളുടെ അഭിപ്രായം എന്താണ് എന്നുകൂടി നമുക്ക് അനലൈസ് ചെയ്യാം. ഒരു ബ്രോഡർ മാർക്കറ്റ് പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ എക്സ്പേർട്ടുകൾക്കും ഈ ഒരു കോംപ്ലിക്കേറ്റഡ് വ്യൂ തന്നെയാണ് ഉള്ളത്. വാർഷിന്റെ നോമിനേഷൻ ഒരു സ്പെക്കുലേറ്റീവ് റാലിക്ക് കാരണമായെങ്കിലും ഗോൾഡ് ഹോൾഡ് ചെയ്യാനുള്ള ഫണ്ടമെന്റൽ റീസൺസ് ഒന്നും ഇല്ലാതായിട്ടില്ല എന്നാണ് പല അനലിസ്റ്റുകളും വിശ്വസിക്കുന്നത്. ഒന്നാമതായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിമാൻഡ് ഇപ്പോഴും വളരെ സ്ട്രോങ് ആണ്, കൂടുതലാണ്. ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ US ഡോളറിൽ നിന്നുള്ള ഡിസ്പെൻസ് കുറച്ച് അവരുടെ റിസർവുകൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിനുള്ള ഒരു വഴിയായിട്ട് ഗോൾഡിനെ കാണുകയാണ്. വർഷങ്ങളായിട്ട് അവരുടെ ഗോൾഡ് റിസർവ് സ്റ്റഡി ആയിട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ്. JP മോർഗൻ പറയുന്നത് പ്രൈസ് ഇടിഞ്ഞിട്ടും അവരുടെ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഒന്നുകൂടി ഉറപ്പിച്ചു എന്നാണ്. ചില പ്രഡിക്ഷൻസ് പറയുന്നത് സെൻട്രൽ ബാങ്കുകളിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിൽ നിന്നുമുള്ള സ്ട്രോങ് ഡിമാൻഡ് കാരണം 2026 അവസാനത്തോടെ ഗോൾഡ് പ്രൈസ് വീണ്ടും കൂടിയേക്കും എന്നാണ്. രണ്ടാമതായിട്ട് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇപ്പോഴും ഒരു മൈൻ ഫീൽഡ് പോലെയാണ്. US ഇന്ത്യ ഡീൽ ഒരു നല്ല കാര്യമാണെങ്കിലും ലോകം മുഴുവൻ ഇപ്പോഴും ടെൻഷൻ നിറഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഡ്രമാറ്റിക് കറക്ഷന് ശേഷവും ലോങ് ടൈമിൽ പ്രഡിക്ഷൻസ് പോസിറ്റീവായിട്ട് തുടരുന്നത്. ഒരു ഡീപ്പ് അൺസർട്ടനിറ്റിക്കെതിരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു അസറ്റ് എന്ന നിലയിൽ അതിന്റെ സ്ഥാനം ഒട്ടും മാറിയിട്ടില്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഗ്ലോബൽ എക്കണോമി മുമ്പത്തേക്കാളും ഇന്റർ കണക്റ്റഡും സൈക്കോളജിക്കലിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ഡീപ്പ് ട്രെൻഡ് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ നാവിഗേറ്റ് ചെയ്യാനുള്ള കീ. നമ്മുടെ ലോകത്തെ ഷേപ്പ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. ഈയിടെ ഉണ്ടായ വോളറ്റാലിറ്റി, സ്വർണത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. അപ്പൊ എന്താണ് ശരിക്കും ഗോൾഡിലെ ഈ ഒരു ട്രംപ് എഫക്ട്? അത് വെറും ഒരു ഫിയർ ഗേജ് മാത്രമല്ല, ഇതൊരു ടക്ക് ഓഫ് ആണ്. ഒരു വശത്ത് പൊളിറ്റിക്കൽ അൺപ്രഡിക്റ്റബിലിറ്റി ഇൻവെസ്റ്റേഴ്സിനെ സേഫ്റ്റിയിലേക്ക് തള്ളിവിടുന്നു, മറുവശത്ത് പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നുള്ള വിശ്വാസം അവരെ തിരികെ വലിക്കുന്നു. ഒരു വർഷത്തോളം പേടിയായിരുന്നു ജയിച്ചത്, ഗോൾഡ് കുതിച്ചുയർന്നു. പിന്നീട് ഫെഡറൽ റിസർവിലെ ഒരൊറ്റ അപ്പോയിന്റ്മെന്റ് സ്റ്റെബിലിറ്റി ഇപ്പോഴും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. അതോടെ പ്രൈസ് ശക്തമായിട്ട് കറക്റ്റ് ആവുന്നതും കാണാൻ കഴിയും. ഗോൾഡ് കോയിന്റെ പ്രൈസ് ഇനി എക്കണോമിക്സിനെ കുറിച്ച് മാത്രമല്ല, ഇത് അരാജകത്വവും വിശ്വാസവും തമ്മിലുള്ള ഒരു ടക്ക് ഓഫ് വാറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ വടത്തിന്റെ ഒരറ്റം ഇപ്പോഴും ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിലാണ്. തീർച്ചയായിട്ടും ഗോൾഡ് പ്രൈസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടതെന്ന് ഒരു പരിധിവരെ തീരുമാനിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഒരൊറ്റ കാര്യം മാത്രം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കാം. ട്രംപ് ഭരണത്തിനുണ്ടായിരിക്കുന്നിടത്തോളം കാലം ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതകളാണുള്ളത്. അതുകൊണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ഡിസിഷൻ തന്നെയായിരിക്കും. അത് ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠന വിധേയമാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ വീഡിയോ കണ്ടതിൽ സന്തോഷം. ഇനിയും ഇതുപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.